Good morning, my dear students. Today we are discussing about the topic Fast Ethernet. Last class നമ്മൾ സ്റ്റാൻഡേർഡ് ഇതർനെറ്റിൻ്റെ ഫ്രെയിം ഫോമാറ്റ് അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഇതർനെറ്റ് ഇതൊക്കെ നമ്മൾ കണ്ടു. അടുത്ത ഇതർനെറ്റാണ് ഫാസ്റ്റ് ഇതർനെറ്റ്. Fast Ethernet was designed to compete with LAN protocols such as FDDI or fiber channel. IEEE create Fast Ethernet under the name 802.3U. Fast Ethernet is backward compatible with standard Ethernet, but it can transmit data 10 times faster at a rate of 100 Mbps. The goal of the Fast Ethernet can be summarized as follows. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് ഇതർനെറ്റ് ആയിരുന്നു ആദ്യത്തെ ഇതർനെറ്റിൻ്റെ എവല്യൂഷനിൽ ആദ്യത്തേത് സ്റ്റാൻഡേർഡ് ഇതർനെറ്റ് ആയിരുന്നു. അതിൻ്റെ സ്പീഡ് എത്രയായിരുന്നു? 10 Mbps ആയിരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഇതർനെറ്റൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആ സ്പീഡിനേക്കാളും അതിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കൂടിയതായിരിക്കും, അതായത് സ്പീഡ് Mbps കൂടിയതായിരിക്കും രണ്ടാമത്തെ ഇതർനെറ്റ്, അതായത് നമ്മുടെ ഫാസ്റ്റ് ഇതർനെറ്റ്. അവിടെ 10 Mbps ആണെങ്കിൽ ഫാസ്റ്റ് ഇതർനെറ്റിൽ എത്രയായിരിക്കും? 100 Mbps, അതായത് 10 ടൈംസ് ഫാസ്റ്റർ അറ്റ് എ റേറ്റ് ഓഫ് 100 Mbps എന്നാണ് പറയുന്നത് ഫാസ്റ്റ് ഇതർനെറ്റ്. ഈ ഫാസ്റ്റ് ഇതർനെറ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫൈബർ ചാനൽസ് ലാൻ പ്രോട്ടോക്കോൾസ് ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ലാൻ പ്രോട്ടോക്കോൾസ് സച്ചസ് ഫൈബർ ചാനൽസ് വഴി ലാൻ പ്രോട്ടോക്കോൾസ് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഫാസ്റ്റ് ഇതർനെറ്റിൽ വരുന്നത്. ദെൻ ഇത് ഏത് നെയിമിൻ്റെ കീഴിൽ വരുന്നതെന്ന് ചോദിച്ചാൽ IEEE ക്രിയേറ്റ് ചെയ്തതാണ് നമ്മുടെ ഫാസ്റ്റ് ഇതർനെറ്റും. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇതർനെറ്റും IEEE തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. IEEEയുടെ 802.3U എന്ന് പറയുന്ന വേർഷൻ്റെ കീഴിലായിരിക്കും ഈ ഫാസ്റ്റ് ഇതർനെറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫാസ്റ്റ് ഇതർനെറ്റിൽ നമ്മൾ പറഞ്ഞു 10 ടൈംസ് ഫാസ്റ്റർ ആയിരിക്കും കമ്പയർഡ് ടു സ്റ്റാൻഡേർഡ് ഇതർനെറ്റ്. ഇനി ഇതിൻ്റെ എന്തൊക്കെയാണ് ഗോൾസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്ഗ്രേഡ് ഇത് ഡാറ്റ റേറ്റ് ടു 100 Mbps. അപ്പം ഇത് നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡ് ഇതർനെറ്റിനെ കമ്പയർ ചെയ്തായിരിക്കും ഇവിടെ പറയുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇതർനെറ്റിൽ 10 ആയിരുന്നു, അപ്പോൾ ഇവിടുത്തെ റേറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് 100 Mbps ആക്കി. ദെൻ മേക്ക് ഇറ്റ് കോമ്പാറ്റബിൾ വിത്ത് സ്റ്റാൻഡേർഡ് ഇതർനെറ്റ്. കീപ് ദി സെയിം 48-bit അഡ്രസ്, കീപ് ദി സെയിം ഫ്രെയിം ഫോമാറ്റ്, കീപ് ദി സെയിം മിനിമം ആൻഡ് മാക്സിമം ഫ്രെയിം ലെങ്ത്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഇതർനെറ്റിൻ്റെ അതേപോലെ തന്നെയുള്ള മാക് അഡ്രസ്സ് 48-bit അഡ്രസ്സ് തന്നെയായിരിക്കും ഇവിടെയും യൂസ് ചെയ്യുക. ദെൻ ഫ്രെയിം ഫോമാറ്റും സെയിം തന്നെയായിരിക്കും. കൂടാതെ മാക്സിമം സ്പീഡ് ഓഫ് ലെങ്തും ഇവിടെ സെയിം തന്നെയായിരിക്കും. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു 10^5 എന്ന് പറഞ്ഞാൽ 500 ആയിരിക്കും മാക്സിമം ലെങ്ത് എന്ന്. അതേപോലെ തന്നെയായിരിക്കും ഇവിടെ മാക്സിമം ലെങ്തും ഫ്രെയിം ഫോമാറ്റും അതേപോലെ മാക് അഡ്രസ്സും എല്ലാം സ്റ്റാൻഡേർഡ് ഇതർനെറ്റിൻ്റെ പോലെ തന്നെ ആയിരിക്കും. ദെൻ മാക് സബ് ലെയർ. The main considerations in the evolution of Ethernet from 10 to 100 Mbps was to keep the MAC sublayer untouched. However, a decision was made to drop the bus topologies and keep only star topology. അപ്പോൾ ഈ MAC sublayerൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടോപ്പോളജീസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ കണ്ടായിരുന്നു ബസ് ടോപ്പോളജീസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബസ് ടോപ്പോളജി ഉണ്ട്, ഹബ്ബ്, ഇതിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ സ്റ്റാൻഡേർഡ് ഇതർനെറ്റിൽ നിന്നും നമ്മുടെ ഫാസ്റ്റ് ഇതർനെറ്റിലേക്ക് വരുമ്പം ഡാറ്റ റൈറ്റ് കൂടുതലാണ്. സോ ഹിയർ വി ആർ യൂസിങ് ദി സ്റ്റാർ ടോപ്പോളജി. ഫോർ ദി സ്റ്റാർ ടോപ്പോളജി ദർ ആർ 2 ചോയ്സ് as we saw before, half duplex and full duplex. In the half duplex approach, the stations are connected via hub. In the full duplex approach, the connections is made via switch with buffers at each port. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് എതർനെറ്റിലായിരുന്നെങ്കിൽ ബസ് ടോപ്പോളജീസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളത് സ്റ്റാർ ടോപ്പോളജിയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡിലാണ് എങ്കിൽ സ്റ്റേഷൻസ് കണക്ട് ചെയ്യുന്നത് ഹബ്ബ് വഴിയും, ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിലാണെങ്കിൽ സ്വിച്ച് പോർട്ട് വഴിയുമായിരിക്കും കണക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റ് ഇതർനെറ്റ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുക. Fast Ethernet implementations of the physical layer can be categorized as either 2-wire or 4-wire. The 2-wire implementations can be either category 5 UTP or fiber optic cable. The 4-wire implementations is designed only for category 3 UTP. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ പോലെ ഒരു ഫിഗർ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫാസ്റ്റ് ഇതർനെറ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 100 base TX, 100 base FX, 100 base T4.
ഓക്കെ, അപ്പോൾ ഇതത് 100 ബേസ് TX, 100 ബേസ് FX, 100 ബേസ് T4. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഇഥർനെറ്റിൻ്റെ പോലെ 10 ബേസ് 5 ആയിരുന്നെങ്കിൽ അതിൽ 10 എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഡാറ്റ റേറ്റ് അല്ലേ. ദെൻ ബേസ് എന്താണ്? ഡിജിറ്റൽ സിഗ്നൽസ് റെപ്രസെൻറ്റേഷൻ, ട്രാൻസ്മിഷൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 5 എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു? മാക്സിമം ലെങ്ത് ആണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പം ഇതേപോലെ തന്നെ ഇവിടെ കാറ്റഗറി ചെയ്ത് കാണിക്കുന്നുണ്ട്. 100 ബേസ് TX, 100 ബേസ് TXൽ 100 റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? റേറ്റ്, MBPS റേറ്റ് ആണ്. ബേസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നൽ ട്രാൻസ്മിഷൻസ്. ദെൻ TX എന്ന് പറഞ്ഞാൽ ഇവിടെ 2 വെയർ കാറ്റഗറി ഓഫ് മീഡിയം, ഏത് മീഡിയം വഴിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ഇഥർനെറ്റിലാണെങ്കിൽ ട്വിസ്റ്റഡ് പെയർ, തിക്ക് ട്വിസ്റ്റഡ് പെയർ, ടിൻ ട്വിസ്റ്റഡ് പെയർ, ഫൈബർ കേബിൾസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന മീഡിയം 100 ബേസ് TXൻ്റെ അകത്താണെങ്കിൽ UTP അല്ലെങ്കിൽ STP ആയിരിക്കും. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ വയർ അല്ലെങ്കിൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ വയർ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്ന മീഡിയം. ദെൻ മീഡിയത്തിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 100 മീറ്റർ ആയിരിക്കും. എത്ര വയേഴ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. 2 വയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 2 വയേഴ്സ് കാറ്റഗറി 5 UTP എന്നാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ FX, അപ്പോൾ ഇവിടെ 2 വയേഴ്സ് കാറ്റഗറി 5 ആണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. UTP അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ അല്ലെങ്കിൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ വയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് TX എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ട്വിസ്റ്റഡ് പെയറിൻ്റെ ട്വിസ്റ്റഡ് പെയർ വയറാണ് ഇവിടെ യൂസ് ചെയ്യുക. ദെൻ 100 ബേസ് FX, F റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫൈബറാണ്. സോ ഇവിടെ ഫൈബർ ആയിരിക്കും യൂസ് ചെയ്യുന്ന മീഡിയം, ഫൈബർ കേബിൾസ്. ദെൻ മീഡിയത്തിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 185 മീറ്റർ ആണ്. വയേഴ്സ് 2 ഫൈബർ കേബിൾസ് ആയിരിക്കും യൂസ് ചെയ്യുക. ദെൻ 100 ബേസ് T4ൻ്റെ അകത്ത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആണ്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ മാക്സിമം ലെങ്ത് 100 മീറ്റർ ആണ്. വയർ 4 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് 100 ബേസ് TXൻ്റെ അകത്ത് 2 വയേഴ്സ് കാറ്റഗറി 5 UTP, 2 വയേഴ്സ് കാറ്റഗറി 5 UTP. ദെൻ 100 ബേസ് FX എന്ന് വെച്ചാൽ 2 വയേഴ്സ് ഫൈബർ ആണ്. ദെൻ 100 ബേസ് T4 എന്ന് വെച്ചാൽ 4 വയേഴ്സ് കാറ്റഗറി 3 UTP ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൽ എൻകോഡിങ് ഡീകോഡിങ് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് എൻകോഡിങ്, എന്താണ് ഡീകോഡിങ് എന്നുള്ളത്. അപ്പോൾ ഈ എൻകോഡിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിന് ചെറിയൊരു ഡിഫറൻസ് ഇവിടെയുണ്ട്. മാഞ്ചസ്റ്റർ എൻകോഡിങ് നീഡ്സ് 200 MB ബാൻഡ്വിത്ത് ഫോർ എ ഡാറ്റ റേറ്റ് ഫോർ 100 MBPS. അപ്പോൾ 100 MBPS ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിനെ എൻകോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ 100 MBPSന് എത്ര റേറ്റ് ബാൻഡ് വിഡ്ത്താണ് വേണ്ടത്? 200 MB ബാൻഡ് വിഡ്ത്താണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് എൻകോഡിങ് 100നെ ഡയറക്റ്റായിട്ട് നമുക്ക് എൻകോഡിങ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതിനു വേണ്ടി കുറച്ച് ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നതുണ്ട്. അതിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് 4B/5B എൻകോഡിങ് ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, which make it unsuitable for a medium such as twisted pair cable. അപ്പോൾ ഈ 100 MBPSലുള്ള ഡാറ്റ റേറ്റിലുള്ള നമ്മുടെ ഡാറ്റാസിനെ എൻകോഡ് ചെയ്യാൻ, അതായത് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് വഴി ഡയറക്റ്റ് നമുക്ക് എൻകോഡ് ചെയ്യണമെങ്കിൽ ബാൻഡ് വിഡ്ത്ത് 200 MB ബാൻഡ് വിഡ്ത്ത് ആവശ്യമുണ്ട്. ഫോർ ദിസ് റീസൺ ദി ഫാസ്റ്റ് ഇഥർനെറ്റ് ഡിസൈനേഴ്സ് സോട്ട് സം ഓൾട്ടർനേറ്റീവ് എൻകോഡിംഗ് ഡീകോഡിംഗ് സ്കീം. അതിനുവേണ്ടി നമ്മളൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എൻകോഡിംഗ് അതുപോലെ തന്നെ ഡീകോഡിംഗ് സ്കീംസ് യൂസ് ചെയ്യുന്നുണ്ട്. However, it was found that one scheme would not perform equally well for all 3 implementations. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻകോഡിംഗ് സ്കീംസുകൾ ഉണ്ട്. അതിൽ 2-3 എൻകോഡിംഗ് സ്കീംസുകൾ അതേപോലെ ഡീകോഡിംഗ് സ്കീംസുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എൻകോഡിംഗ് ടെക്നിക്സ് ആയിരിക്കത്തില്ല നമ്മുടെ ഫൈബർ കേബിൾസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ കേസിൽ 100 ബേസ് TXൽ അപ്ലൈ ചെയ്യുന്ന എൻകോഡിംഗ് അല്ലെങ്കിൽ ഡീകോഡിംഗ് സ്കീം ആയിരിക്കില്ല 100 ബേസ് FXലോ 100 ബേസ് T4ലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വയേഴ്സ്, അതിനനുസരിച്ച് എൻകോഡിംഗ് സ്കീംസുകൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ എന്തിനാണ് ഈ എൻകോഡിംഗ് സ്കീം യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ 100 MBPSലുള്ള ഡേറ്റാസിനെ നമുക്ക് എൻകോഡിംഗ്, അതായത് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് വഴി നമുക്ക് എൻകോഡിംഗ് അല്ലെങ്കിൽ ഡീകോഡിംഗ് അപ്ലൈ ചെയ്യണമെങ്കിൽ 200 MB ബാൻഡ് വിഡ്ത്ത് ആവശ്യമാണ്. അപ്പോൾ ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾ
കേബിൾ കൂടി ഡയറക്റ്റ് നമുക്കിതിനെ എൻകോഡിംഗ് ടെക്നിക്സിലേക്ക് മാറ്റാൻ പറ്റത്തില്ല, എൻകോഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ചില എൻകോഡിംഗ് സ്കീംസുകളാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 4B/5B എൻകോഡിംഗ് ടെക്നിക്ക്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ നമ്മൾ കാണിക്കുന്നുണ്ട്. എന്താണ് 4B/5B എൻകോഡിംഗ് എന്ന് വെച്ചാൽ, ദി ബ്ലോക്ക് കോഡിംഗ് ഇൻവോൾവ്സ് 3 steps: ഡിവിഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കോമ്പിനേഷൻ. ലെറ്റ് us understand with 4B/5B encoding type. It produce more output bit than input bits. അപ്പോൾ ഇവിടെ ഈ 4B/5B എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് എൻകോഡിംഗ് സ്കീമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിവിഷനും സബ്സ്റ്റിറ്റ്യൂഷൻസും കോമ്പിനേഷൻസും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, ഇനിഷ്യലി ഇൻപുട്ട് ബിറ്റ് സീക്വൻസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 bit ഗ്രൂപ്പ്. നമ്മുടെ ഡാറ്റാസ് ഫ്രെയിംസിലെ ഡാറ്റാ ഫ്രെയിംസിനെ എന്താ ചെയ്യുക, 4 bit ഗ്രൂപ്പായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ദി 4 bit ഗ്രൂപ്പ് is now substituted with 5 bit group as per table. അതായത് ഈ 4 ബിറ്റിൻ്റെ കൂടത്തിൽ 5 ബിറ്റും കൂടെ 5 ബിറ്റ് ഗ്രൂപ്പ്സും കൂടെ ഇതിൻ്റെ കൂടത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് 4 bit group is now substituted with 5 bit group as per table. Finally, n bit groups are combined to form output stream. ഫൈനലി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ n ബിറ്റ് ഗ്രൂപ്പും, അതായത് 4B/5B എന്നാണ് പറഞ്ഞേക്കുന്നത്. ആദ്യമേ നമ്മുടെ ഡേറ്റാസിനെ 4 bit ഗ്രൂപ്പായിട്ട് മാറ്റും. എന്നിട്ട് എന്താ ചെയ്യുക, ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 5 bit ഗ്രൂപ്പും കൂടെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നും ഒരു n ബിറ്റ് കോമ്പിനേഷൻസാണ് നമ്മൾ ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫാസ്റ്റ് ഇഥർനെറ്റിൻ്റെ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾ കാണും ഈ 4B/5B എൻകോഡിംഗ്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മുടെ ഡേറ്റാസിനെ 4 bit ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇനി എങ്ങനെയാണ് ഈ 5 bit അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇതിൽ നിന്നും n ബിറ്റ് ഔട്ട്പുട്ട് സ്ട്രീംസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ദേ ആർ യൂസിങ് സം സെറ്റ് ഓഫ് അൽഗോരിതംസ് യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയുമാണ് 4B/5B എൻകോഡിംഗ് അല്ലെങ്കിൽ ഡീകോഡിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ദി 4B/5B എൻകോഡിംഗ് ടെക്നിക് ഈസ് designed to work along with MLT-3 bar NRZ-L line കോഡിംഗ്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മുടെ 4B, അതായത് നമ്മുടെ ഫ്രെയിംസിനെ 4 ബിറ്റാക്കി മാറ്റുന്നു, അതിൻ്റെ കൂട്ടത്തിൽ 5 bit സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുക, അതിനെ ഡയറക്റ്റ് എൻകോഡിങ് ചെയ്യണമെങ്കിൽ, അതായത് ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഡാറ്റാ ഫ്രെയിംസിനെ എൻകോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 4B/5B ആദ്യത്തെ 4 bit ഗ്രൂപ്പ്സ് ആക്കി മാറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് 5 bit, എന്താ ചെയ്യുക, ഇതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ടുള്ള ഈ n ബിറ്റ് ഗ്രൂപ്പ്സിനെ എൻകോഡ് ചെയ്യണം. ഓക്കെ, എൻകോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്കീം ആണ് MLT-3 അല്ലെങ്കിൽ NRZ-L ലൈൻ കോഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഡീകോഡിങ്ങുമാണ് എൻകോഡിങ്ങുമാണെന്ന് ഓർക്കുക. അപ്പം 2 എൻകോഡിങ് അല്ലെങ്കിൽ ഡീകോഡിങ് സ്കീംസുകളാണ് MLT-3 അല്ലെങ്കിൽ NRZ-L ലൈൻ കോഡിംഗ്. ഇതിലെ MLT-3യും ട്വിസ്റ്റഡ് പെയർ കേബിൾസിൽ, അതായത് നമുക്കിവിടെ ഫിഗർ റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയാണ് MLT-3. നമ്മുടെ 10/TXലും ആണ് ഈ MLT-3 എൻകോഡിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ 100/FXലാണ് NRZ-L എൻകോഡിംഗ്, NRZ-L ഡീകോഡിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതേപോലെ യൂസ് ചെയ്യുന്ന ഒരു എൻകോഡിംഗ് ഡീകോഡിംഗ് ടെക്നിക്കാണ് 8B/60 എൻകോഡിംഗ് അല്ലെങ്കിൽ 8B/60 ഡീകോഡിംഗ് ടെക്നിക്സ്. അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, അതും കൂടെ ഓർക്കുക. ഓക്കെ, ഈ 2 ടെക്നിക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എൻകോഡിങ്ങും ഡീകോഡിങ് ടെക്നിക്സ് പ്രോസസ്സ് നടത്തുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമാണ് സിങ്കർണൈസ്ഡ് ട്രാൻസ്മിഷൻസ് എന്ന് പറയുന്നത്. സിങ്കർണൈസ്ഡ് ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ ഡാറ്റ ഈസ് സെൻഡ് ഇൻ ദി ഫോം ഓഫ് ബ്ലോക്ക് ഓഫ് ഫ്രെയിംസ്. ദിസ് ട്രാൻസ്മിഷൻ ഈസ് ദി ഫുൾ ഡ്യൂപ്ലെക്സ് ടൈപ്സ്. അതായത് ഈ സിങ്കർണസ് ട്രാൻസ്മിഷൻ്റെ അകത്ത് നമ്മുടെ ഡേറ്റാസിനെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇൻ ദി ഫോം ബ്ലോക്ക് അല്ലെങ്കിൽ ഫ്രെയിംസ് ആയിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. സിങ്കർണൈസേഷൻ
synchronization is compulsory because synchronization is there is no gap present between data. It is more efficient and more reliable than asynchronous transmission to transfer the large amount of data. ഇതൊരു ഫിഗർ റെപ്രസെൻറ്റേഷനുമാണ്. സിങ്കർണൈസേഷൻ ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ സെൻഡർ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡേറ്റാസിനെ സെൻഡ് ചെയ്യുകയാണ് ഇൻ ദി ഫോം ഓഫ് ബ്ലോക്ക് ഓർ ഫ്രെയിംസ്. ഓക്കെ, അതിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ബട്ട് ഇൻ ദി കേസ് ഓഫ് അസിൻക്രണസ് ട്രാൻസ്മിഷൻ ഡേറ്റ ഈസ് സെൻഡ് ഇൻ ദി ഫോം ഓഫ് ബൈറ്റ് ഓർ ക്യാരക്ടർ. ഇത് ഹാഫ് ഡ്യൂപ്ലെക്സ് ആയിരിക്കും, ഫുൾ ഡ്യൂപ്ലെക്സ് അല്ല, ഹാഫ് ഡ്യൂപ്ലെക്സ്. ഇതിലെന്താണെന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഫ്രെയിംസിൻ്റെ ബൈറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ കൂട്ടത്തിൽ സ്റ്റാർട്ടിംഗ് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ആഡ് ചെയ്യും. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഡേറ്റാസ് ഫ്ലോ ചെയ്യുകയാണ്. അതിലെന്തൊക്കെയായിരിക്കും ബൈറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ഇതിൽ വരിക. ഇത് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുക, സ്റ്റാർട്ട് ബിറ്റ് ഏതാണ്, സ്റ്റോപ്പ് ബിറ്റ് ഏതാണ്, ഡേറ്റ ഏതാണ് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് റെപ്രസെൻറ്റേഷൻ അതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സിങ്കർണസ് അസിങ്കർണസ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ MLT-3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സിങ്കർണസ് ട്രാൻസ്മിഷൻ, ഇറ്റ് ഈസ് അസിങ്കർണസ് ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ MLT-3 എൻകോഡിംഗ് ടെക്നിക്സ് എന്ന് വെച്ചാൽ ഒരു അസിങ്കർണസ് ട്രാൻസ്മിഷനാണ്. അപ്പം നമ്മൾ എന്താണ് ഈ അസിൻക്രണസ് ട്രാൻസ്മിഷൻ എന്ന് അറിഞ്ഞിരിക്കണം, അതിനു വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഫാസ്റ്റ് ഇഥർനെറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ഇംപ്ലിമെൻറ്റേഷൻ ആണുള്ളത്. 100 ബേസ് TX-ഉം 100 ബേസ് FX ആൻഡ് 100 ബേസ് T4. TX വീണ്ടും മോഡിഫിക്കേഷൻ വന്നിട്ടുള്ളതാണ്, T4 ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, 100 ബേസ് TX യൂസസ് 2 പെയർ ഓഫ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് 2 പെയർ ഓഫ് ട്വിസ്റ്റഡ് കേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 2 പെയർ ഓഫ് ട്വിസ്റ്റഡ് കേബിളായിട്ട് വരുന്നത് ഒന്നെങ്കിൽ 5 UTP ഓർ STP ആയിരിക്കും. അത് ഓൾറെഡി നമ്മൾ ടേബിൾ കാണിച്ചിട്ടുണ്ട്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറോ ആയിരിക്കാം, അല്ലെങ്കിൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറോ ആയിരിക്കാം. ഫോർ ദിസ് ഇംപ്ലിമെൻറ്റേഷൻ MLT-3 സ്കീം വാസ് സെലക്റ്റഡ് സിൻസ് ഇറ്റ് ഹാസ് ഗുഡ് ബാൻഡ് വിത്ത് performance. However, since MLT-3 is not a self-synchronous line coding scheme, 4B/5B block coding is used to provide bit synchronization by preventing the occurrence of long sequence of zeros and ones. This creates a data rate of 125 Mbps which is fed into MLT-3 for encoding. അതായത് നമ്മൾക്ക് ഈ ഫിഗറിൽ കാണാം 4 × 25 Mbps എന്ന് വെച്ചാൽ അതാണ് 100 Mbps എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4 ബിറ്റ് ഡേറ്റാസാണ് 100 Mbps റേറ്റിലുള്ള നമ്മുടെ ഡേറ്റ വരുന്നു. ഇനി ഈ ഡേറ്റാസിനെ ഡയറക്റ്റായിട്ട് എൻകോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതിന് നമ്മൾ സ്കീംസുകൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു 4B/5B എൻകോഡിംഗ് ടെക്നിക്ക്. എന്ന് വെച്ചാൽ ഈ MLT-3 എന്ന് പറയുന്നത് സെൽഫ് സിങ്കർണൈസേഷൻ എൻകോഡിംഗ് ടെക്നിക്ക് അല്ല. അതിന് ഡയറക്റ്റായിട്ട് സിങ്കർണൈസേഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് സിങ്കർണൈസേഷൻസ് വെച്ച് എന്താ, ഫ്രെയിംസുകളാക്കി ഡിവൈഡ് ചെയ്യുക, സെൻഡ് ചെയ്യുക, ദെൻ അതിനെ എൻകോഡിംഗ് സ്കീം യൂസ് ചെയ്ത് സീക്വൻസ് ഓഫ് വൺസ് അല്ലെങ്കിൽ സീറോസിൻ്റെ ഫോംസിലേക്ക് മാറ്റുക അല്ലേ. അപ്പോൾ ഇതിനെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ എന്താണെന്ന് ചെയ്യാൻ വെച്ചാൽ 4B/5B എൻകോഡിംഗ് ടെക്നിക്സ് നമ്മൾ എന്തെന്ന് കണ്ടു, നമ്മളുള്ള കയ്യിലുള്ള ഡേറ്റ ഫ്രെയിംസിലുള്ള ഡേറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുക, 4 ബിറ്റ് ഗ്രൂപ്പാക്കി മാറ്റും, ദെൻ 5 ബിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ N ബിറ്റ് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ കിട്ടുമ്പം നമ്മുടെ ഡേറ്റ റേറ്റ്സ് 125 Mbpsലേക്ക് മാറ്റുകയാണ് ചെയ്യുക, മൂവ് ചെയ്യുകയാണ്, ഡേറ്റ റേറ്റ് മൂവ് ചെയ്യും. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ MLT-3 എൻകോഡിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഈ ഡേറ്റാസിനെ 100 Mbps ഡേറ്റാസിനെ നമ്മൾ എൻകോഡിംഗ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എൻകോഡിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്തു, ദെൻ ഹബിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അവിടെ യൂസ് ചെയ്യുന്നത് 2 UTP കാറ്റഗറി 5 ട്വിസ്റ്റഡ് പെയർസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വര കാണുക, ലൈൻസ് കാണുക, അവിടെ 2 UTP എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 2 ലൈൻ ഉള്ളതുകൊണ്ട് 2 UTP കേബിൾസ് എന്നാണ് ഇവിടെ റെപ്രസെൻറ്റേഷൻ വരിക. ദെൻ ഹബിൽ നിന്ന് കണക്ട് ചെയ്യുന്നു, ഹബിലേക്ക് കണക്ട് ചെയ്യുന്നു ഫ്രം ദി സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നും ഡേറ്റാസ് എൻകോഡിംഗ് ടെക്നിക്സ് വഴി ദെൻ ഹബിലേക്ക് വരുന്നു. ഹബിൽ നിന്നും MLT-3 ഡീകോഡിംഗ് ടെക്നിക്സ് വെച്ച് 125 Mbps റേറ്റിലുള്ള ഡേറ്റാസിനെ 4B/5B ഡീകോഡിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്ത് നമ്മുടെ 100 Mbps ഡേറ്റ ബിറ്റ് റേറ്റിലുള്ള ഡേറ്റാസ് ആക്കി മാറ്റി നമ്മുടെ റിസീവറിൽ എത്തിക്കുന്നു. ഇതാണ് 100 ബേസ് TX എന്ന് പറയുന്നത്. അതേപോലെ 100 ബേസ് FX, ഇവിടെ ഇതേ ടെക്നിക്സിൽ ഒരേ ഒരു
ഡിഫറൻസ് മാത്രമുള്ളൂ. MLT-3 ട്വിസ്റ്റഡ് പെയറിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ NRZ-L എൻകോഡിംഗ് ടെക്നിക്സ് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഫൈബർ കേബിൾസിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് ഇതേപോലെ തന്നെ 4x25 MBPS ബിറ്റ്സ് റേറ്റിലുള്ള ഡേറ്റാസിനെ 4B/5B എൻകോഡിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്ത് NRZ-L എൻകോഡിംഗ് സ്കീം അപ്ലൈ ചെയ്ത് എൻകോഡ് ചെയ്ത ഡേറ്റാസിലെ ഹബ്ബ് വഴി ഹബ്ബിൽ നിന്നും NRZ-L ഡീകോഡിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്ത് 125 MBPS ബിറ്റ്സ് റേറ്റിലുള്ള ഡേറ്റാസിനെ 4B/5B ഡീകോഡർ ടെക്നിക്സ് അപ്ലൈ ചെയ്ത് 4x25 MBPS ബിറ്റ്സ് റേറ്റിലുള്ള ഡേറ്റ ആയി റിസീവറിൽ എത്തിക്കുന്നു. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫൈബർ കേബിൾസ് ആണ് ഓർക്കുക. ഇനി അടുത്തതാണ് 100/T4 ടെക്നിക്ക്. 100/T4 ടെക്നിക്കിൻ്റെ അകത്ത് ടെക്നിക്സിൽ ഇവിടെ കാണാം നമുക്ക് 100 MBPS ഡേറ്റാസിൽ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഈ ആരോസ് ശ്രദ്ധിക്കുക. ആദ്യത്തേത് ബൈ ഡയറക്ഷനിൽ, ദെൻ രണ്ടാമത്തേത് നോക്കുക 1 2 3 4 ആരോസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിലുള്ള ആരോസ് ഒന്ന് സെൻറ്ററിൽ നിന്നും ഹബ്ബിലേക്ക് വരുന്നതും ദെൻ ഹബ്ബിൽ നിന്നും തിരിച്ച് റിസീവറിലേക്ക് പോകുന്നതുമാണ് ഈ അറ്റത്ത് കാണുന്ന 2 ആരോസ് കാണിക്കുക. നടുക്ക് കാണുന്ന 2 ആരോസ് കണ്ടോ? അത് എന്താണ്? അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ബൈ ഡയറക്ഷണൽ ആരോസുമുണ്ട്, യൂണി ഡയറക്ഷണൽ ആരോസുമുണ്ട്. അപ്പോൾ നമുക്ക് 2 ബൈ ഡയറക്ഷണൽ ആരോസും 2 യൂണി ഡയറക്ഷണൽ ആരോസുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ആദ്യത്തെ ആരോയും ഒരു ബൈ ഡയറക്ഷണൽ ആരോസും ഒന്ന് നോക്കുക. ഓക്കെ, ആദ്യത്തേതും രണ്ടാമത്തെ ആരോ നോക്കുക. ഇപ്പോൾ ഇവിടെ ടോട്ടൽ നമ്മൾ ആരോ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 2 3, അതായത് 3 ആരോ ആയിട്ടാണ്. അതായത് സെൻറ്ററിൽ നിന്നും ഒരു ഡേറ്റ വരുന്നു, ഹബ്ബിലേക്ക് വരുന്നു, അതൊരാരോ. ഓക്കെ, ഹബ്ബിൽ നിന്നും തിരിച്ച് സെൻറ്ററിലേക്ക്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്ന് വരുന്നു, ദെൻ തിരിച്ച് ഹബ്ബിൽ നിന്നും സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ തന്നെ നമ്മൾ 3 വയേഴ്സാണ് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ 3 ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 100 MBPSലുള്ള ഡേറ്റാസിനെ 8B/60 എൻകോഡിംഗ് ടെക്നിക്സ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 വയർ വഴിയാണ് ഡേറ്റാസ് ഹബ്ബിലേക്ക് എത്തിച്ചേരുക. അങ്ങനെ വേണം ഇത് കൺസിഡർ ചെയ്യാൻ. അപ്പോൾ 3 ആകുമ്പം 100നെ നമ്മൾ 3 വയേഴ്സാക്കി ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ടോട്ടൽ എത്ര വരും? 25 × 3 75 MBPS ബിറ്റ്സ് റേറ്റിലുള്ള ഡേറ്റാസാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫിഗർ റെപ്രസെൻറ്റേഷൻ ഞാൻ താഴെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഓർക്കുക. അപ്പോൾ 8B/60 എൻകോഡിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്ത് നമ്മുടെ ഡേറ്റാസിനെ ഹബ്ബിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഹബ്ബിൽ നിന്നും തിരിച്ച് 8B/60 ഡീകോഡിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്ത് 100 MBPS ഡേറ്റാസായിട്ട് റിസീവറിൽ എത്തിച്ചേർക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 100/T4 ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 100/T4 network can provide a data rate of 100 Mbps, but it require the user category 5 UTP or STP cable. This is not cost efficient for building that have already been wired for voice grade twisted pair category 3. A new standard called 100/T4 was designed to use category 3 or higher UTP. അപ്പോൾ ഇവിടെ ഈ 100/TXന് നമ്മൾ എത്ര കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്? 5 UTP കേബിൾസ് അല്ലെങ്കിൽ 5 STP കേബിൾസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മളിതിനെ വോയിസ് ഗ്രേഡ് ചെയ്ത് ട്വിസ്റ്റഡ് പെയർ 3 കാറ്റഗറി പെയർസാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പറയുന്ന ഈ സ്റ്റാൻഡേർഡിന് പറയുന്ന പേരാണ് 100/T4. ഓക്കെ, അങ്ങനെയാണ് 100/TXൽ നിന്നും ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചാൽ അവിടെ 5 UTP കേബിൾസാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 3 UTP കേബിൾസ് യൂസ് ചെയ്ത് 8B/60 എൻകോഡർ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ 100/T4 ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 കാറ്റഗറി ഓഫ് ഫാസ്റ്റ് ഇഥർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.